ഈ ഉത്രാട ദിനത്തിന് മറ്റൊരു പ്രത്യേകതയുള്ളത് വി.ഡി. സതീശൻ സർക്കാർ അധികാരത്തിൽ ഏറിയിട്ട് ഇന്ന് 100 ദിവസങ്ങൾ ആയിരിക്കുകയാണ്. നമുക്കറിയാം 10 വർഷമായി ഇടതുപക്ഷമായിരുന്നു സംസ്ഥാനത്ത് അധികാരത്തിലിരുന്നത്. അതിനുശേഷം വലിയ ഭൂരിപക്ഷത്തോടു കൂടി തന്നെയാണ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച വിജയമാണ് ഇത്തവണ UDF നേടാൻ സാധിച്ചത്. അങ്ങനെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF സഖ്യം വൻ ഭൂരിപക്ഷം നേടിയതിനെ തുടർന്ന് വി.ഡി. സതീശന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ അധികാരത്തിൽ എത്തിയത് കഴിഞ്ഞ മെയ് 18 ആയിരുന്നു. ക്ഷേമ പദ്ധതികളും സൗജന്യ പ്രഖ്യാപനങ്ങളും വഴി സർക്കാർ ജനകീയമാക്കിയ പല പദ്ധതികളും ഇപ്പോഴും വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അത് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നു എന്ന് തന്നെയാണ് പൊതുവെ വിലയിരുത്തപ്പെടുകയും ചെയ്യുന്നത്. എന്നാൽ പ്രതിപക്ഷത്ത് ഇരുന്നപ്പോൾ സ്വീകരിച്ചിരുന്ന നിലപാടിൽ നിന്ന് വ്യത്യസ്തമായി ഭരണപക്ഷത്തേക്ക് എത്തിയപ്പോൾ നിലപാടുകളിൽ മലക്കം മറിഞ്ഞു എന്ന ആക്ഷേപങ്ങളുമുണ്ട്. ഒട്ടേറെ വിഷയങ്ങൾ നമുക്കറിയാം. അതിലിപ്പോൾ ജനപ്രിയ പ്രഖ്യാപനങ്ങൾ എന്ന് പറയുമ്പോൾ എടുത്തു പറയേണ്ടത് ഈ പ്രിയദർശിനി സർവീസ് തന്നെയാണ്, വനിതകൾക്ക് സൗജന്യമായിട്ടുള്ള യാത്ര. ഒപ്പം സർക്കാർ അധികാരത്തിലേറിയതിന് തൊട്ടു പിന്നാലെ തന്നെ ഓണറേറിയം, അതായത് ആശാ വർക്കർമാരുടെ ഓണറേറിയം ഉൾപ്പെടെ വർദ്ധിപ്പിച്ച സാഹചര്യമുണ്ടായിരുന്നു. ക്ഷേമ പെൻഷൻ ഇത്തവണയൊന്നും തടസ്സപ്പെട്ടിട്ടില്ല എന്നതും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം എടുത്തു പറയാവുന്നതാണ്. ഒപ്പം തീരമേഖല, തുറമുഖങ്ങൾ എന്നിവയിൽ കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കണം കേരളത്തിൻ്റെ ഒരു പുരോഗതി. മിഷൻ സമുദ്ര എന്ന് പേരിട്ടിരിക്കുന്നു. അങ്ങനെയൊക്കെ സർക്കാർ മുന്നോട്ട് പോവുകയാണ്. 100 ദിവസം എന്നത് ഒരു സർക്കാരിനെ വിലയിരുത്താനുള്ള സമയമൊന്നുമല്ല. പക്ഷേ അതിനിടെ ഒട്ടേറെ വിവാദങ്ങളുണ്ടായി. അതിലെടുത്തു പറയേണ്ടത് ഈ മന്ത്രിസഭാ രൂപീകരണത്തിന് ശേഷം മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫുകളുടെ നിയമനം ഉണ്ടായിരുന്നു. അതിൽ തന്നെ ബന്ധുനിയമന ആരോപണം തുടക്കത്തിൽ തന്നെ നേരിട്ട പശ്ചാത്തലമുണ്ടാകുന്നു. അതോടൊപ്പം തന്നെ ഈ വിദ്യാഭ്യാസ നയത്തിൽ PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ആരോപണം ഉയർന്ന സാഹചര്യമുണ്ട്. അങ്ങനെ വിവാദങ്ങളും ഈ 100 ദിവസങ്ങൾക്കിടയിൽ നിറഞ്ഞു നിന്നിരുന്നു. എങ്ങനെയാണ് നമുക്ക് ഈ സർക്കാരിൻ്റെ ആദ്യത്തെ 100 ദിവസത്തെ പ്രവർത്തനങ്ങളെ എടുത്തു പറയാൻ സാധിക്കുക? ന്യൂസ് ഡെസ്കിൽ നിന്ന് രഞ്ജിത്ത് രാമചന്ദ്രനാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. രഞ്ജിത്ത്, സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം 100 ദിവസം എന്നാൽ 3 മാസം ആണ്. 5 വർഷമാണ് സർക്കാരിന് ഇനി ബാക്കിയുള്ളത്. എങ്കിലും തുടക്കം നന്നായാൽ തന്നെ അതിന് ലഭിക്കുന്ന ഒരു സ്വീകാര്യതയുണ്ടല്ലോ. എങ്ങനെയാണ് ഈ വിവാദങ്ങൾ നിറഞ്ഞ എന്നാൽ ക്ഷേമ പദ്ധതികൾ ജനങ്ങൾ ഇരുകൈയും നീട്ടി സ്വീകരിച്ച ഈ 100 ദിവസങ്ങളെ നമുക്ക് വിലയിരുത്താൻ സാധിക്കുക? രഞ്ജിത്ത്, അഭിലാഷ് പറഞ്ഞതുപോലെ 100 ദിവസം എന്നുള്ളത് ഒരു പുതിയ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കാലയളവല്ല. പക്ഷേ ആ 100 ദിവസത്തിൽ സർക്കാർ എന്തൊക്കെ തരത്തിലുള്ള മുന്നോട്ട് പോക്ക് നടത്തി എന്നുള്ളതും കഴിഞ്ഞ സർക്കാരിൽ നിന്ന് ഈ 100 ദിവസം കൊണ്ട് എന്തൊക്കെ വ്യത്യസ്തത സതീശൻ്റെ സർക്കാർ നേടാനായി എന്നുള്ളതുമാണ് ജനം പ്രധാനമായും ചർച്ച ചെയ്യുക. അതിൽ ഒരു പരിധിവരെ ഈ സർക്കാർ വിജയിച്ചിട്ടുണ്ട് എന്ന് വേണം കരുതാൻ. അതിൽ പ്രധാനമായുള്ളത് ചില ജനപ്രിയ പ്രഖ്യാപനങ്ങളാണ്. അതോ കഴിഞ്ഞ സർക്കാർ ചെയ്യും എന്ന് ജനം കരുതിയിരുന്ന ചില കാര്യങ്ങളിൽ വളരെ കൃത്യമായി നടപടിയെടുത്തതാണ്. അത് മാത്രമല്ല, വളരെ കൃത്യമായി തന്നെ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് സംഭവിച്ച പല വിഷയങ്ങളിലും പുനരന്വേഷണം അടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുത്തതോ ഒക്കെ സതീശിന് കയ്യടി നേടിക്കൊടുത്തു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നേരത്തെ പറഞ്ഞതുപോലെ പലതരത്തിലുള്ള വിവാദങ്ങൾ കൂടി സർക്കാരിനെ ഗ്രസിച്ച ഒരു 100 ദിവസ കാലയളവ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അഭിലാഷ്, ഒരു പ്രധാനപ്പെട്ട കാര്യം, താൻ തുടങ്ങി വെച്ച പദ്ധതികളുടെ പൂർത്തീകരണം അതിലെ ജനം വിലയിരുത്തേണ്ടത് ഒരു 6 മാസം സമയമെടുത്തെങ്കിലും ആയിരിക്കണം എന്നാണ് മുഖ്യമന്ത്രി പലപ്പോഴും വ്യക്തമാക്കാറുള്ളത്. കാരണം വളരെ കൃത്യമായി തന്നെ അത്തരം കാര്യങ്ങളിൽ ആക്ഷൻ ഉണ്ടാകും എന്നും അത് തൻ്റെ നിലപാടാണ് എന്നും തുടർച്ചയായി പ്രസംഗങ്ങളിലും വാർത്താ സമ്മേളനങ്ങളിലും പറയുന്ന ഒരു മുഖ്യമന്ത്രിയെ കൂടി നമ്മൾ കണ്ടു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. പ്രധാനമായും കഴിഞ്ഞ സർക്കാർ നേരിട്ട പല വെല്ലുവിളികളുണ്ട്, അല്ലെങ്കിൽ ജനങ്ങളെതിരായി ചിന്തിച്ച പല കാര്യങ്ങളുണ്ട്, അവരെ പരാജയത്തിലേക്ക് നയിച്ച പല വിഷയങ്ങളുണ്ട്. അതിലൊന്നാണ് ആശാ വർക്കർമാരുടെ സമരവുമായി ബന്ധപ്പെട്ട വിഷയം. അതിൽ വളരെ കൃത്യമായി തന്നെ നിലപാടെടുക്കുകയും ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് തീരുമാനം പ്രഖ്യാപിക്കാനും സതീശന് സാധിച്ചു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം. അത് മാത്രം നടപ്പിലാക്കുകയും ചെയ്തു. അവർക്ക് ഓണത്തിന് കൃത്യമായ അലവൻസ് നൽകുന്ന കാര്യത്തിലും സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അതായത് ജനവികാരം മനസ്സിലാക്കിയുള്ള ഒരു തീരുമാനം അക്കാര്യത്തിൽ ഉണ്ടായി എന്ന് വേണം മനസ്സിലാക്കാൻ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമുക്കറിയാം, ഈ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ആദ്യമായി അവർ ഫേസ് ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാലയളവാണ് ഈ ഓണക്കാലം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഓണക്കാലത്ത് ജനങ്ങൾ ഏതാണ്ട് ഭൂരിഭാഗം ജനങ്ങളിലേക്കും സർക്കാരിൻ്റെ വകയായി ഒരു തുക എത്തിച്ചു കൊടുക്കാൻ സർക്കാരിന് സാധിച്ചു എന്നുള്ളത് പ്രധാനപ്പെട്ട ഒന്നാണ്. അതിന് സതീശൻ്റെ ഒരു എക്കണോമിക്സ് ഉണ്ട്. അദ്ദേഹം പ്രധാനമായും പറഞ്ഞു വെക്കുന്ന കാര്യമെന്ന് പറയുന്നത്, ഈ പണം കൂടുതലായി സർക്കാരിലെ ജനങ്ങളിലേക്ക് വരുമ്പോൾ അത് വിപണികളിലേക്ക് വരികയും വിപണികളിൽ അതിൻ്റെ ചലനമുണ്ടാകുകയും ജനം മുഴുവൻ ഇതുമായി ബന്ധപ്പെട്ട
ബന്ധപ്പെട്ട് റോഡിൽ ഇറങ്ങുകയും കച്ചവട സ്ഥാപനങ്ങൾ നിറയുകയും അതുവഴി സർക്കാരിന് ലഭിക്കാവുന്ന GST അടക്കമുള്ള കാര്യങ്ങളിലുള്ള ഒരു കണക്കുകൂട്ടൽ അതൊക്കെയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അതൊക്കെ നേരത്തെയുള്ള മുഖ്യമന്ത്രിമാരെക്കാൾ വളരെ വ്യത്യസ്തമായ സമീപനമാണ്. കൂടുതൽ പണം ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് വിപണികൾ ചലിപ്പിക്കുക, അതനുസരിച്ചുള്ള വരുമാനം സർക്കാരും നേടിയെടുക്കുക എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം. സാമ്പത്തിക ശാസ്ത്രം, നമുക്കൊരു സാമ്പത്തികവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും സതീഷിനെ ആരും പറഞ്ഞു പഠിപ്പിക്കേണ്ട കാര്യമില്ല. അതിലൊരു പരിധിവരെ അദ്ദേഹം വിജയിച്ചു എന്ന് വേണം ഈ ഓണക്കാലത്ത് നമ്മൾ മനസ്സിലാക്കാൻ. ജനമൊക്കെ ഈ പറഞ്ഞതുപോലെ ഓണത്തിന് വളരെ ആഘോഷത്തോടുകൂടി വലിയ കുറ്റങ്ങളൊന്നുമില്ലാതെ, ഇപ്പോൾ പ്രതിപക്ഷത്തിന് പോലും ഈ വിഷയത്തിൽ ഒരു വലിയ മറുപടി, കേവലം വിലക്കയറ്റത്തിൽ മുങ്ങി നിൽക്കുന്ന ഓണം എന്നൊക്കെ വേണമെങ്കിൽ പറഞ്ഞ് പ്രതിപക്ഷത്തിന് ആശ്വസിക്കാമെങ്കിൽ പോലും അതിനൊന്നും ജനത്തിന്റെ മനസ്സിലേക്ക് കടന്നു കയറാനുള്ള ഒരു കുറ്റപ്പെടുത്തലോ അല്ലെങ്കിൽ ഒരു വിമർശനമോ സതീശൻ സർക്കാരിന്റെ ഭാഗത്തിൽ നിന്നുണ്ടാകുന്നില്ല, അല്ലെങ്കിൽ അത് സംഭവിക്കുന്നില്ല എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ പറഞ്ഞ പ്രിയദർശിനി സർവീസുമായി ബന്ധപ്പെട്ട അതിന്റെ പ്രാക്ടിക്കാലിറ്റിയെ സംബന്ധിച്ച് ഒരുപാട് സംശയങ്ങളുണ്ടായിരുന്നു. പക്ഷേ കൃത്യമായി എല്ലാ മാസവും KSRTCക്ക് ഇതിന്റെ നഷ്ടം അത് സർക്കാർ വീട്ടിക്കൊണ്ട് ജനങ്ങളുടെ ജനപ്രിയ പദ്ധതിയായി പ്രിയദർശിനി പദ്ധതി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം നിർണായകമാണ്. അങ്ങനെ വിമർശനങ്ങൾ ഏറ്റുവാങ്ങുന്നുണ്ട് എങ്കിൽ പോലും പ്രവർത്തനത്തിലൂടെ അത് മറികടക്കാനുള്ള ശ്രമത്തിലാണ് സതീശൻ എന്നുള്ളതാണ് ഈ 100 ദിവസത്തെ തുടക്കം നന്നായാൽ പാതി നന്നായി എന്നാണ് പറയുന്നത്. അവിടെയാണ് ഈ ക്ഷേമ പദ്ധതികൾ, അതോടൊപ്പം തന്നെ ലഹരി മാഫിയയ്ക്ക് എതിരായ പോരാട്ടം, ഓപ്പറേഷൻ തൂഫാൻ, ഓപ്പറേഷൻ ഗ്രിഡ് പോലെയുള്ളവയൊക്കെ പൊതുവിൽ ജനങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. ഇനി 5 വർഷം കൂടി ബാക്കിയുണ്ട്. അതിൽ 3 മാസം മാത്രമേ നമുക്ക് ഈ ഭരണത്തെ സംബന്ധിച്ച് വിലയിരുത്താൻ സാധിച്ചിട്ടുള്ളൂ. എന്നിരുന്നാൽ പോലും ഈ ഓണക്കാലത്തടക്കം വിപണിയിലൊക്കെ വലിയ വിലക്കയറ്റം ഉണ്ടാകുമ്പോഴും സർക്കാർ സംവിധാനങ്ങൾ, സപ്ലൈകോയിൽ ഉൾപ്പെടെ ആവശ്യത്തിന് സാധനങ്ങളൊക്കെ എത്തിച്ചിട്ടുണ്ട്. അങ്ങനെ സർക്കാർ സംവിധാനങ്ങൾ സാമ്പത്തിക പ്രതിസന്ധിയിലും നന്നായി പോകുന്നു എന്ന് തന്നെയാണ് സർക്കാർ അവകാശപ്പെടുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.